ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ പൊതുമുതൽ വിറ്റ് കാശാക്കിയത് ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മെമ്പറുടെയും അറിവോടുകൂടിയാണെന്ന് CPIM. ഇന്നലെ CCVയിലെ ഒരു വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. വാർത്തയിൽ കണ്ടത് ജനങ്ങൾ തന്നെ ഇടപെട്ട് പഞ്ചായത്തിൻ്റെ നിയമാനുസൃത നടപടികൾ സ്വീകരിക്കാതെ മണ്ണുമായി ബന്ധപ്പെട്ട് അതിൽ പഞ്ചായത്തിനുണ്ടായ നഷ്ടം, ഇത് സംബന്ധിച്ചൊരു വാർത്തയാണ് ശ്രദ്ധയിൽപ്പെട്ടത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ വലിയ തരത്തിലുള്ള അഥവാ ആ വാർത്തയിൽ ജനങ്ങൾ ആരോപിച്ച ആ കാര്യങ്ങളൊക്കെ ശരിവെക്കുന്ന തരത്തിലാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. കാരണം പഞ്ചായത്തിൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ട് മണ്ണ് നീക്കം ചെയ്യേണ്ട തരത്തിലൊരു സംഗതി വരികയാണെങ്കിൽ ആ മണ്ണിൻ്റെ വാല്യുവേഷൻ നിശ്ചയിച്ച് അത് ലേലം ചെയ്ത് ആണ് കൊടുക്കേണ്ടത്. ഇത് ഒരു പ്രത്യേക വ്യക്തിക്ക് മണ്ണ് മൊത്തമായിട്ട് ആളുടെ വീട് പണിക്ക് ആവശ്യമായ തരത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി നീക്കം ചെയ്തതായിട്ടാണ് കാണുന്നത്. നമുക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് നോക്കുമ്പോഴാണ് ആ കൊണ്ടുപോയിട്ടുള്ള ആൾ കോൺഗ്രസിൻ്റെ ഒരു പ്രാദേശിക പ്രവർത്തകനാണ്. മണ്ണ് കൊണ്ടുപോയി തറപ്പണിക്ക് ഉപയോഗിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ആ പ്രദേശം അല്ലെങ്കിൽ ആ തറ. അപ്പം അതുകൊണ്ട് തന്നെ അതിൽ ആരോപിച്ച കാര്യങ്ങളൊക്കെ വസ്തുത ആണ് എന്നുള്ളതാണ് ബോധ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പഞ്ചായത്ത് അടിയന്തര നടപടികൾ സ്വീകരിക്കണം. കാരണം തെറ്റായ രീതിയിൽ പഞ്ചായത്തിന് നഷ്ടം വരുന്ന തരത്തിൽ പഞ്ചായത്ത് ഭരണാധികാരികളുടെ ഇഷ്ടക്കാർക്ക് അഥവാ രാഷ്ട്രീയക്കാർക്ക് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യുക എന്ന നിലയിലേക്ക് പോകുന്നത് തെറ്റായ ഒരു നടപടിയാണ്. ഇത് തിരുത്തപ്പെടേണ്ടതാണ്. അപ്പോൾ അടിയന്തരമായിട്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റും അതുപോലെ തന്നെ ഭരണസമിതി ഇടപെട്ട് എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് ജനങ്ങളോട് പറയാൻ അവർ ബാധ്യസ്ഥരാണ്. തെറ്റായ രീതിയിലാണ് അല്ലെങ്കിൽ അവരുടെ ഒത്താശയോട് കൂടിയിട്ട് അല്ല ഇത് ചെയ്തതെങ്കിൽ അതവർ പറയാൻ തയ്യാറാവേണ്ടതാണ്. എന്നാൽ ഇന്നീ നിമിഷം വരെയും അത് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വാർത്തയിൽ ജനങ്ങൾ ആരോപിച്ച കാര്യങ്ങളുടെ നിജസ്ഥിതി പരിശോധിച്ച് നിജസ്ഥിതി ഇനി പരിശോധിക്കാനില്ല, ഇനി നടപടികളിലേക്ക് കടക്കുകയാണ് വേണ്ടത്. ആ നടപടികൾ സ്വീകരിച്ച് പഞ്ചായത്തിന് നഷ്ടം നികത്തി നല്ല രീതിയിൽ അതിനാവശ്യമായ ഇടപെടൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് ഈ സമയത്ത് CPIM-ന് വേണ്ടി പറയാനുള്ളത്. ആ മണ്ണ് നിക്ഷേപിച്ചിട്ടുള്ള ആൾ കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണ്. അതേപോലെ തന്നെ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ഈ സ്ഥലത്ത് വന്നിരുന്നു എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. പഞ്ചായത്ത് പ്രസിഡന്റും മുൻ ഗ്രാമപഞ്ചായത്തിൻ്റെ ആ വാർഡിലെ മെമ്പറും ഒക്കെ ആ സ്ഥലം സന്ദർശിക്കുകയുണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ മണ്ണെടുപ്പും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്നുമാണ് ആ പരിസരത്ത് പോയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ വാർത്തയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ ആ ആരോപണങ്ങളൊക്കെ ശരിയാണ് എന്ന ഒരു തരത്തിലാണ് ഞങ്ങൾക്കും ബോധ്യപ്പെടുന്നത്.